പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിലപാട് കടുപ്പിച്ച് അമേരിക്കയും ഇറാനും. ഇറാൻ സമാധാന കരാറിന് തയ്യാറായില്ലെങ്കിൽ ഹോർമൂസ് ഉപരോധം അവസാനിപ്പിക്കില്ലെന്ന് അമേരിക്ക. എന്നാൽ അമേരിക്കയുടെ ഭീഷണി തള്ളി ഇറാൻ. ഉപരോധം അവസാനിപ്പിക്കാതെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഉറപ്പിച്ച ഇറാൻ. വിവരങ്ങളുമായി വിസ്മയ പ്രകാശാണ് ചേരുന്നത്. വിസ്മയ, ഇപ്പോൾ നിലപാട് കടുപ്പിക്കുകയാണ് അമേരിക്കയും ഇറാനും. സമാധാന കരാറിന് തയ്യാറായില്ല എങ്കിൽ ഹോർമൂസ് ഉപരോധം അവസാനിപ്പിക്കില്ല എന്നാണ് അമേരിക്ക അറിയിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത്, ഈ ഒരു സമാധാന കരാറിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഈ ഹോർമോസിലെ ഉപരോധം നീക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം ട്രംപ് മുന്നേയും പറഞ്ഞിരുന്നു. ഈ ഒരു സമാധാന കരാറിന് തയ്യാറായാൽ മാത്രമേ ഈ ഒരു ഹോർമോസിൽ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ട്രംപ് മുൻപേ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ ഒരു കാര്യം ആവർത്തിച്ചിരിക്കുകയാണ് ട്രംപ്. അതുപോലെ തന്നെ ഈ ഒരു ഉപരോധം കാരണം ഇറാന് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഉപരോധം നീക്കണമെങ്കിൽ സമാധാന കരാറിന് ഇറാൻ തയ്യാറാകണമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിജയം. അതായത്, ഇപ്പോൾ അമേരിക്ക വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ വലിയ വിജയത്തിലേക്കാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈന്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വളരെ നന്നായി പോകുന്നുണ്ടെന്നുള്ള അടക്കമുള്ളൊരു കാര്യമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത്, കുറേ വ്യാജ വാർത്തകൾ, ഈ ഒരു അമേരിക്ക തോൽക്കുന്നുണ്ടെന്നുള്ള അടക്കമുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിലൊരു വ്യാജ വാർത്തകളൊന്നുമില്ല. ഇപ്പോഴും അമേരിക്ക വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ഈ ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കുകയാണ്. ഈ ഒരു കരാർ അവസാനിക്കാനിരിക്കെ എന്തു സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. ആ ഒരു ചോദ്യത്തിന് ഈ ഒരു ട്രംപ് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് നിരവധി ബോംബുകൾ ഇറാനിൽ പൊട്ടും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത്, ചൊവ്വാഴ്ച ഈ ഒരു കരാർ അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് ഇറാൻ ഒരു തീരുമാനം അറിയിച്ചില്ല എങ്കിൽ നിരവധി ബോംബുകളാണ് ഈ ഒരു ഇറാനിൽ പൊട്ടുക എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. PBS മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഭീഷണി, ട്രംപിന്റെ ഇറാനോടുള്ള ഭീഷണി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇറാന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്, ഇറാൻ ഇസ്ലാമാബാദിൽ ഇവിടെ സമാധാന ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞു. രണ്ടാം ഘട്ട ചർച്ചക്കായുള്ളൊരു കാര്യം, ആ ഒരു ഇറാൻ US-ന്റെ വക്താക്കൾ അവിടെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്താൻ സന്നദ്ധരാണെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ പ്രതിനിധികൾ അവിടെ എത്തില്ല എന്നുള്ളൊരു കാര്യമാണ്, അല്ലെ ഇസ്ലാമാബാദിലേക്ക് തിരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. മാത്രമല്ല, അടുത്ത ഘട്ടത്തിലേക്കുള്ളൊരു ചർച്ചയ്ക്ക് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ ആ ഒരു ചർച്ചയ്ക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ആ ഒരു ചർച്ചകളെ കുറിച്ചൊരു പദ്ധതിയോ തീരുമാനമോ ഇല്ലെന്നാണ് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നയതന്ത്രത്തിന് തയ്യാറാണെന്ന് അവകാശപ്പെടുമ്പോഴും US-ന്റെ ഭാഗത്തു നിന്ന് ഗൗരവകരമായ നീക്കങ്ങൾ ഉണ്ടാകില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും US ഈ ഒരു രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു രണ്ടാം ഘട്ട ചർച്ചയ്ക്കായുള്ള ഒരു കാര്യങ്ങളൊന്നും മുന്നോട്ട് വരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അരുണിമ, ശരി, വ്യക്തമാണ്. ഇറാനും അമേരിക്കയും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിസ്മയ പ്രകാശാണ്. കോഴിക്കോട് ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ ഒരാളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കടലുണ്ടി വടക്കുംപാട് സ്വദേശി കൃഷ്ണകുമാറാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 31-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കോഴിക്കോട് പുറമേരിയിലെ 22-കാരി ഐശ്വര്യയ്ക്കായിരുന്നു കല്ലേറിൽ പരിക്കേറ്റത്. ആലുവയിലെ ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ വരുമ്പോഴായിരുന്നു സംഭവം. കടലുണ്ടിക്കും ഫറോക്കിനും ഇടയിൽ വെച്ചാണ് പ്രതി കൃഷ്ണകുമാർ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞത്. പ്രതി ലഹരി ഉപയോഗിച്ച ശേഷം ട്രെയിനിന് നേരെ കല്ലെറിയുകയായിരുന്നുവെന്ന് റെയിൽവേ പോലീസ് വ്യക്തമാക്കി. കംബോഡിയയിൽ കോൾ സെന്ററിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവതികളെ അനധികൃതമായി വിദേശത്തേക്ക് കടത്തുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. കൊല്ലം ശക്തികുളങ്ങര സ്വദേശി ലിയോൺ ജേക്കബിനെയാണ് കൈനടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഗ്ദാനം നൽകി ജോലി നൽകാതെ വഞ്ചിച്ചതിന് പുറമെ
നാട്ടിലേക്ക് മടക്കിയ യുവതികളിൽ നിന്നും ഇയാൾ പണം ഈടാക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണത്തിൽ പ്രതി വിദേശത്താണെന്ന് വ്യക്തമായതിനെ തുടർന്ന് ഇയാൾക്കെതിരെ നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ഇയാളെ നെടുമ്പാശ്ശേരി വിമാനത്തിലെത്തി സുരക്ഷാ സേന തടഞ്ഞുവെച്ച് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു.